ഓരോ സംസ്ഥാന ബജറ്റിലും വടക്കൻ ജില്ലയായ കാസർഗോഡിന് പ്രതീക്ഷയേറെയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിലും ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹിക സാംസ്കാരികം, വിനോദസഞ്ചാരം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഏറെ പിന്നാക്കം നിൽക്കുന്ന ജില്ലയിൽ ഇത്തവണയെങ്കിലും ഒരു മാറ്റം വരുമെന്ന പ്രതീക്ഷയോടെയാണ് ജില്ലയിലുള്ളവർ. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തന്നെയാണ് ആദ്യ പ്രതീക്ഷ. ആവശ്യത്തിന് ജീവനക്കാരും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി സമ്പൂർണ്ണമായ മെഡിക്കൽ കോളേജാക്കി മാറ്റുമെന്നതാണ് സർക്കാർ പ്രഖ്യാപനം. കാസർഗോട്ടെ താലൂക്ക് ആശുപത്രിയിൽ നിരവധി സൗകര്യങ്ങൾ പുതുതായി ഏർപ്പെടുത്തിയാൽ മാത്രമേ മെഡിക്കൽ കോളേജിന് അനുമതി ലഭിക്കൂ. അതിനായി വലിയ തുക സംസ്ഥാന ബജറ്റിൽ വകയിരുത്തേണ്ടി വരും. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസം ഇപ്പോഴും പാതി വഴിയിലാണ്. സർക്കാർ പ്രത്യേക പാക്കേജ് അനുവദിച്ചാൽ മാത്രമേ ഇത് പൂർത്തീകരിക്കാനാകൂ. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരടക്കമുള്ള ജനങ്ങൾ ആരോഗ്യരംഗത്ത് ഒരു വലിയ മുന്നേറ്റത്തിനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കും. നിലവിൽ കാസർഗോട്ടെ ആളുകൾക്ക് മംഗലാപുരത്തോ അല്ലെങ്കിൽ പുറത്തു പോയി ചികിത്സിക്കേണ്ട അവസ്ഥയാണുള്ളത്. അത് പരിഹരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ടൂറിസം മേഖലയിൽ ജില്ലയ്ക്ക് അഭിമാനമായ ബേക്കലിനുമുണ്ട് കടലോളം പ്രതീക്ഷകൾ. ഉത്തര മലബാറിന്റെ ഊട്ടിയായ റാണിപുരവും മഞ്ഞം പൊതിക്കുന്നും നാടറിയുന്ന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റണമെന്ന ആവശ്യത്തിനും പഴക്കമേറെയാണ്. വലിയ പറമ്പിലെയും തൃക്കരിപ്പൂർ കവ്വായി മേഖലകളിലെ ജലഗതാഗത ടൂറിസത്തിനും അർഹമായ പ്രാധാന്യം ഇതുവരെ ലഭിച്ചിട്ടില്ല. പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ രൂപം നൽകിയ കാസർഗോഡ് വികസന പാക്കേജിൽ കൂടുതൽ പദ്ധതികളും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ കോഴ്സുകളും ജില്ല അർഹിക്കുന്നുണ്ട്. ഒപ്പം IT വ്യവസായ പാർക്ക് ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കാനും സർക്കാർ പണം അനുവദിക്കണം. ഒപ്പം കായിക വകുപ്പ് പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ പിങ്ക് സ്റ്റേഡിയം നിർമ്മാണത്തിനും ഈ ബജറ്റിൽ തുക വകയിരുത്തണം. അതുകൊണ്ട് തന്നെ പിന്നാക്കം നിൽക്കുന്ന കാസർഗോഡിന് ഇത്തവണ പ്രതീക്ഷകൾ ഏറെയാണ്. ന്യൂസ് മലയാളം, കാസർഗോഡ്.